ഓക്കെ, വർക്ക് സൂപ്രണ്ടിന്റെ സിലബസ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് PSC തന്നെ പുറത്തുവിട്ട സിലബസ് ആണ്. ഇത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. അപ്പൊ ഈ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ഓവർസിയർ എക്സാംസിനും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് സൂപ്രണ്ടിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വളരെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടൊന്നും ചോദിക്കത്തില്ല. വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചത് തന്നെ പിന്നെ പിന്നെ റിവൈസ് ചെയ്ത് പോയാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ആകെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നും. അങ്ങനെ നമുക്ക് എല്ലാം ഓർത്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസ് നോക്കാം. ആദ്യം തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 10 മാർക്കോളം വെയിറ്റേജ് ഉണ്ട്. ആൻഡ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ള ആദ്യത്തെ 2 പാർട്ട് തന്നെയാണ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, ഇക്വിപ്മെന്റ്സ് എന്നും അതുപോലെ തന്നെ ലെറ്ററിംഗ്, ഡയമെൻഷനിങ് എന്നൊക്കെയാണ്. ആൻഡ് പ്ലെയിൻ ജോമെട്രിക് കൺസ്ട്രക്ഷൻ എന്നും കോണിക് സെക്ഷൻസ്, പ്രൊജക്ഷൻസ് എന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്നാലും നമ്മൾ അധികമായിട്ട് കാണാറുള്ളത് ആദ്യത്തെ 2 ടോപ്പിക് തന്നെയാണ്. ദെൻ സർവേയിങ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു എക്സാമിനും സർവേയിങ് നല്ലൊരു വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. സർവേയിങ് അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ നമുക്ക് ഒരുപാട് പഠിക്കാനും ഉണ്ട്. എന്നാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് 10-20 ക്വസ്റ്റ്യനോളം നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, 15 മാർക്കിനാണ് സർവേയിങ് ചോദിക്കുന്നത്. എല്ലാം ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ മോഡേൺ ആൻഡ് അഡ്വാൻസ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. വാസ്റ്റ് ടോപ്പിക് ആണ്, ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പോകണ്ട. നമുക്ക് അത്യാവശ്യം എപ്പോഴും ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പഠിച്ചു പോകും. ഓക്കെ, അതിൽ തന്നെ ടിമ്പറും ബ്രിക്കും ഒക്കെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദെൻ ബിൽഡിംഗ് എസ്റ്റിമേഷൻ ആൻഡ് ബൈലോസ്. ഓക്കെ, ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതിലേക്ക് ഒരുപാട് വാസ്റ്റ് അല്ല, പക്ഷെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് 20 മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. എസ്റ്റിമേഷൻ വന്നിട്ട് ഈസി സബ്ജക്റ്റ് ആണ്, പക്ഷെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. പക്ഷെ നമ്മളെ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഈ കൺഫ്യൂഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 20 മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽസിനും 20 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. പക്ഷെ അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അത്രത്തോളം നമുക്ക് ഇവിടെ പഠിക്കാനില്ലെന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഓക്കെ, ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. പക്ഷെ നമുക്ക് ഈ വർക്ക് സൂപ്രണ്ട് എക്സാം നോക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഇൻഡെപ്ത് ആയിട്ടൊന്നും ചോദിക്കാറില്ല. അത്യാവശ്യം ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും നമുക്ക് ഇറിഗേഷൻ. 15 മാർക്കോളം ഉണ്ട് ഇറിഗേഷൻ എന്നും ഹൈഡ്രോളിക്സ് എന്നും കൂടെ. ഹൈഡ്രോളിക്സിന് ഒരു 5-6 ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടും. 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. എളുപ്പമായിട്ടായിരിക്കും ചോദിക്കാറുള്ള SI യൂണിറ്റോ ഇക്വേഷനോ അങ്ങനെയൊക്കെ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പൊതുവെ ഹൈഡ്രോളിക്സ് എന്ന് കണ്ടുവരുന്നത്. ദെൻ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷനിൽ ഇവിടെ നമുക്ക് നമ്മുടെ അറിയാവുന്ന ഒരു നോളജ് തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. എന്നാലും നമുക്ക് അതൊന്ന് കുറച്ച് നോക്കാം. ദെൻ അപ്ലൈഡ് മെക്കാനിക്സ് ബേസിക് മെക്കാനിക്സ് ആണ് ചോദിക്കുന്നത്. അധികം മോസ്റ്റിലൊന്നും കയറി പോകത്തില്ല. മെക്കാനിക്സ് ലെവലിൽ നിന്ന് ബേസ് ലെവലിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. 6 മാർക്കേ ഉള്ളൂ, വെയിറ്റേജ് കുറവാണ്, എന്നാലും 6 മാർക്ക് ഉണ്ട്. ദെൻ ഓട്ടോകാഡിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് കമാൻഡ്സ് എന്നാണ്. കുറെ കമാൻഡ്സ് അവിടെ നിന്നാണ് മിക്ക ക്വസ്റ്റ്യൻസും വരുന്നത്. കമാൻഡ്സ് ഓപ്ഷൻ, പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നും. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്നും റിവൈസ് ചെയ്ത് പോയാൽ നമുക്ക് ഓട്ടോകാഡിൽ 8 മാർക്ക് ഉണ്ട്. അത്യാവശ്യം ഓട്ടോകാഡ് സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെയിറ്റേജ് ആണ് ഈ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സിലബസ്. അപ്പൊ ഇനി വർക്ക് സൂപ്രണ്ട് എക്സാമിന് കറക്റ്റ് കഷ്ടിച്ച് 1 മാസം ദെൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിപ്പോ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റിവൈസും ചെയ്യണം, പഠിച്ചും പോകണം. അപ്പൊ ഡെയിലി നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ നെക്സ്റ്റ് ഡേ നമ്മൾ ആദ്യം കുറച്ച് നേരം എടുത്ത് കഴിഞ്ഞ ദിവസം പഠിച്ചത് റിവൈസ് ചെയ്ത് വേണം ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷൻ പോകാനുള്ളത്. നമുക്ക് ഇത് നമ്മൾ റിവൈസ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കാനും കൂടെ പോവാണ്. അപ്പൊ നമ്മൾ ആവശ്യമുള്ള സംഭവങ്ങൾ സെലക്ട് ചെയ്ത് അത്യാവശ്യം കുറച്ച് PYQ ഡെയിലി സോൾവ് ചെയ്ത് പോയി ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആൻഡ് റിവിഷൻ പ്ലാനിലൂടെ ആയിരിക്കണം നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.